ഇവിടെ കേരളത്തിൽ വാസ്തവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഭരണം നടക്കുന്നത് BJPക്ക് വേണ്ടിയുള്ള ഭരണമാണ്. BJPയുടെ നയങ്ങളാണ് CPM നേതാക്കളുടെ വായിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പ്രവീൺ തൊഗാഡിയ പറയുന്നതിനേക്കാൾ, വിനയ് കത്തിയാർ പറയുന്നതിനേക്കാൾ, അനന്തകുമാർ ഹെഗ്ഡെ പറയുന്നതിനേക്കാൾ വലിയ കൊടിയ വർഗീയത MV ഗോവിന്ദനും A വിജയരാഘവനും ഓരോ ദിവസവും കേരളത്തിന്റെ മണ്ണിൽ വിളിച്ചു പറയുന്നു. ഓരോ ദിവസവും. വിജയരാഘവനൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പുറകിൽ ആരൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാ പറയുന്നത്. ആരാ ഉള്ളത് അവിടെ? വയനാട്ടില് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിന്, അല്ലെ? 4 ലക്ഷം ഭൂരിപക്ഷത്തിന് ജയിച്ചതാ. പുറകിൽ ആരെയാ ഉള്ളത്? ജനങ്ങളാ ഉള്ളത്. വയനാട്ടിലെ ജനങ്ങളാ ഉള്ളത്. ആ വയനാട്ടിലെ ജനങ്ങൾ മുഴുവൻ വർഗീയ ശക്തികളും തീവ്രവാദ ശക്തികളുമാണ്. ഈ ആരോപണം ഇതിനു മുൻപ് ആരാ ഉന്നയിച്ചത്? ഇതിനു മുമ്പ് ഈ ആരോപണം ഉന്നയിച്ചത് അമിത്ഷായാണ്. ആ ആരോപണം കേരളത്തിൽ ആവർത്തിച്ചയാളുടെ പേര് സന്ദീപ് വാര്യർ എന്നാണ്. അന്ന് ഞാൻ BJP ആയിരുന്നു, അല്ലേ? വയനാട്ടിൽ ഇവരുടെ വിജയത്തിന്റെ കാരണം, കോൺഗ്രസിന്റെ വിജയത്തിന് കാരണം, രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് കാരണം വർഗീയ ശക്തികളുടെ പിന്തുണയാണ് എന്ന് ആദ്യം പറഞ്ഞത് അമിത്ഷായാണെങ്കിൽ ഇപ്പോ അത് കേരളത്തിൽ ആവർത്തിക്കുന്നത് വിജയരാഘവനാണ്, CPM ആണ്. ആ നിലപാട് അവർ തിരുത്താൻ തയ്യാറുണ്ടോ? അപ്പൊ ആരുടെ നിലപാടാ പറയുന്നത്? അമിത്ഷാ പറയുന്ന കാര്യം വിജയരാഘവൻ പറയുന്നു. ഓരോ വിഷയങ്ങളിലും ഈ അടുത്ത കാലങ്ങളിൽ മുസ്ലിം മതവിഭാഗത്തെ പാർശ്വവൽക്കരിച്ച്, അന്യവൽക്കരിച്ച് രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി BJP നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ കേരളത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് CPM നടപ്പാക്കുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ വിജയം ഉണ്ടായപ്പോ ആ വിജയത്തെ ഏത് രീതിയിലാണ് CPM-ഉം BJP-യും സമീപിച്ചത്? പറയുന്നത് അവിടെ SDPI-യുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, ഇതൊക്കെ വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് രാഹുൽ ജയിച്ചത്. പാലക്കാട്ടെ സാഹചര്യം നിങ്ങൾക്ക് അറിയില്ലേ? പാലക്കാട്ട് മുസ്ലിം വിഭാഗം താമസിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? അവിടെ പിരായിരി പഞ്ചായത്താണെങ്കിലും മേപ്പറമ്പാണെങ്കിലും ഒക്കെ പാരമ്പര്യമായിട്ട് UDF-ന് അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടായി, സത്യമാണ്. പക്ഷെ എല്ലാ ദിവസവും രാവിലെ അഗ്രഹാരത്തിന്റെ വാതിൽ തുറന്ന് അരിപ്പൊടി കൊണ്ട് കോലമെഴുതുന്ന കൽപ്പാത്തിയിൽ രാഹുൽ മാങ്കുട്ടത്തിന് അത്ഭുതകരമായ ലീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് SDPI-കാരന്റെ വോട്ടാവുന്നത്? അവിടെ SDPI പോയിട്ട് ലീഗ് പോലും ഇല്ല കൽപ്പാത്തിയിലെ.